എല്ലാവർക്കും സൂക്കോ പി എസ് സിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 2024 പി എസ് സി നടത്തിയിട്ടുള്ള എല്ലാ 10th ആൻഡ് 12th ലെവൽ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ഇന്ത്യൻ ജോഗ്രഫി ഭാഗത്തെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ് ഇപ്രാവശ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വിത്തൗട്ട് ഫർദർ അഡു ലെറ്റ് സ്റ്റാർട്ട്. ചോദ്യം ചേരുംപടി ചേർക്കാനാണ്. ഇരുമ്പുരുക്ക് ശാലകളും സഹായം നൽകിയ രാഷ്ട്രങ്ങളും. ഇരുമ്പുരുക്ക് ശാലകളാണ് ഭിലായ്, ബൊക്കാറോ, റൂർക്കേല, ദുർഗാപൂർ എന്നിവ. സഹായം നൽകിയ രാഷ്ട്രങ്ങൾ സോവിയറ്റ് യൂണിയൻ, ജർമ്മനി, ബ്രിട്ടൻ എന്നിവയാണ്. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. ഭിലായ് സ്റ്റീൽ പ്ലാന്റിന് സഹായം നൽകിയ രാഷ്ട്രം സോവിയറ്റ് യൂണിയനാണ്. ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റിന് സഹായം നൽകിയ രാഷ്ട്രം സോവിയറ്റ് യൂണിയനാണ്. റൂർക്കേല സഹായം നൽകിയ രാഷ്ട്രം ജർമ്മനി. ദുർഗാപൂർ സഹായം നൽകിയ രാഷ്ട്രം ബ്രിട്ടൻ. ഓപ്ഷൻ എ. 1959 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ചതാണ് ഭിലായ് സ്റ്റീൽ പ്ലാന്റ്. ഇത് ഛത്തീസ്ഗഡിലാണ്. 1959 തന്നെ ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ചതാണ് റൂർക്കേല. ഇത് ഒഡീഷയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 1962 UK സാങ്കേതിക സഹായത്തോടെ പ്രവർത്തനം ആരംഭിച്ച സ്റ്റീൽ പ്ലാന്റാണ് ദുർഗാപൂർ. ഇത് പശ്ചിമ ബംഗാളിലാണ്. 1964 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ ആരംഭിച്ച സ്റ്റീൽ പ്ലാന്റാണ് ബൊക്കാറോ. ഇത് ജാർഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ഭൂമിശാസ്ത്ര വിവരങ്ങളിലെ തെറ്റ് ഏത്? എ. അക്ഷാംശം 8 ഡിഗ്രി 4 മിനിറ്റ് വടക്ക് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് വടക്ക് വരെ. അക്ഷാംശം 68 ഡിഗ്രി 7 മിനിറ്റ് വടക്ക് മുതൽ 97 ഡിഗ്രി 25 മിനിറ്റ് വടക്ക് വരെ. സി. രേഖാംശം 68 ഡിഗ്രി 7 മിനിറ്റ് കിഴക്ക് മുതൽ 97 ഡിഗ്രി 25 മിനിറ്റ് കിഴക്ക് വരെ. ഡി. രേഖാംശം 8 ഡിഗ്രി 4 മിനിറ്റ് കിഴക്ക് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് കിഴക്ക് വരെ. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ബി, ഡി എന്നിവ, അതായത് അക്ഷാംശം 68 ഡിഗ്രി 7 വടക്ക് മുതൽ 97 ഡിഗ്രി 25 മിനിറ്റ് വടക്ക് വരെയും രേഖാംശം 8 ഡിഗ്രി 4 മിനിറ്റ് കിഴക്ക് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് കിഴക്ക് വരെയും തെറ്റാണ്. ഇതിൽ ശരിയായത് ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനമാണ് 8 ഡിഗ്രി 4 മിനിറ്റ് വടക്ക് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് വടക്ക് വരെയും രേഖാംശ സ്ഥാനം 68 ഡിഗ്രി 7 മിനിറ്റ് കിഴക്ക് മുതൽ 97 ഡിഗ്രി 25 മിനിറ്റ് കിഴക്ക് വരെയും. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി. ഉത്തരം ഓപ്ഷൻ ബി, സിയാച്ചിനാണ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ഭൂപ്രകൃതി സവിശേഷത. ഒറ്റയാനെ കണ്ടെത്തുക. ഓപ്ഷൻ എ ഉത്തരപർവ്വത മേഖല, ഓപ്ഷൻ ബി ഹിമാലയം, ഓപ്ഷൻ സി ഉത്തരേന്ത്യൻ സമതലങ്ങൾ, ഓപ്ഷൻ ഡി തീരസമതലങ്ങളും ദ്വീപുകളും. ഉത്തരം ഓപ്ഷൻ ബി ഹിമാലയം. മറ്റു മൂന്നും ഇന്ത്യയുടെ ഭൂപ്രകൃതി സവിശേഷതയാണ്. അടുത്ത ചോദ്യം, രചന ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ഓപ്ഷൻ എ ബിയാസ് രവി നദികൾക്കിടയിൽ, ഓപ്ഷൻ ബി രവി ചിനാബ് നദികൾക്കിടയിൽ, ഓപ്ഷൻ സി ചിനാബ് ചലം നദികൾക്കിടയിൽ, ഓപ്ഷൻ ഡി ബിയാസ് സത്ലജ് നദികൾക്കിടയിൽ. ഉത്തരം ഓപ്ഷൻ ബി രവി ചിനാബ് നദികൾക്കിടയിലാണ് രചന ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, താപ്തി നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന നഗരം. ഓപ്ഷൻ എ പ്രയാഗ്രാജ്, ഓപ്ഷൻ ബി അഹമ്മദാബാദ്, ഓപ്ഷൻ സി ആഗ്ര, ഓപ്ഷൻ ഡി സൂററ്റ്. ആൻസർ ഓപ്ഷൻ ഡി സൂററ്റ് ആണ് താപ്തി നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന നഗരം. അടുത്ത ചോദ്യം, കൊങ്കൺ റെയിൽ പാതയിലെ ദൈർഘ്യമേറിയ തുരങ്കം. ഓപ്ഷൻ എ കർബുഡെ, ഓപ്ഷൻ ബി ഡാസ്ഗൺ, ഓപ്ഷൻ സി ചിപ്ലൂൺ, ഓപ്ഷൻ ഡി ബോസ്തെ. ഉത്തരം ഓപ്ഷൻ എ കർബുഡെ ആണ് കൊങ്കൺ റെയിൽ പാതയിലെ ഏറ്റവും ദൈർഘ്യമേറിയ തുരങ്കം, കർബുഡെ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്നത്. ഓപ്ഷൻ എ ലഡാക്ക്, ഓപ്ഷൻ ബി സസ്കർ, ഓപ്ഷൻ സി കാരക്കോറം, ഓപ്ഷൻ ഡി സിവാലിക്. ഉത്തരം ഓപ്ഷൻ സി കാരക്കോറം. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം പർവ്വതനിരകളിലാണ്. അടുത്ത ചോദ്യം, ചെമ്മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത്. ഓപ്ഷൻ എ ഇരുമ്പ്, ഓപ്ഷൻ ബി അലുമിനിയം, ഓപ്ഷൻ സി സിങ്ക്, ഓപ്ഷൻ ഡി സൾഫർ. ഓപ്ഷൻ എ ഇരുമ്പാണ് ചെമ്മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത്.
ഉത്തരം ഓപ്ഷൻ എ ഇരുമ്പ്. അടുത്ത ചോദ്യം, ഇന്ദ്രാവതി ഏത് നദിയുടെ പോഷക നദിയാണ്? ഓപ്ഷൻ എ മഹാനദി, ഓപ്ഷൻ ബി കൃഷ്ണ, ഓപ്ഷൻ സി ഗോദാവരി, ഓപ്ഷൻ ഡി കാവേരി. ഉത്തരം ഓപ്ഷൻ സി ഗോദാവരി. ഇന്ദ്രാവതി ഗോദാവരി നദിയുടെ പോഷക നദിയാണ്. അടുത്ത ചോദ്യം, ലോകരാജ്യങ്ങളിൽ വലുപ്പത്തിൽ 7ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. ഇന്ത്യയുടെ വിസ്തൃതി എത്രയാണ്? ഓപ്ഷൻ എ 3.18 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ, ഓപ്ഷൻ ബി 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ, ഓപ്ഷൻ സി 3.38 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ, ഓപ്ഷൻ ഡി 3.08 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ. ഉത്തരം ഓപ്ഷൻ ബി 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ് ഇന്ത്യയുടെ വിസ്തൃതി. ലോകരാജ്യങ്ങൾ ഇന്ത്യക്ക് 7ാം സ്ഥാനമാണ് വലുപ്പത്തിൽ. അടുത്ത ചോദ്യം, ഇന്ത്യയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? പ്രസ്താവന 1, ലോകരാജ്യങ്ങളിൽ വലുപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 7 ആണ്. പ്രസ്താവന 2, ഇന്ത്യയിൽ 29 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് നിലവിലുള്ളത്. പ്രസ്താവന 3, ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം മധ്യപ്രദേശാണ്. ഉത്തരം ഓപ്ഷൻ സി 1ഉം 3ഉം. ലോകരാജ്യങ്ങൾ വലുപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 7 ആണ്. ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം മധ്യപ്രദേശാണ്. ഈ 2 പ്രസ്താവനകളുമാണ് ശരിയായത്. ഓപ്ഷൻ സി 1ഉം 3ഉം. അടുത്ത ചോദ്യം, ഉത്തരപർവ്വത മേഖലയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത്? പ്രസ്താവന 1, ഉത്തരപർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരകളുടെ അടിസ്ഥാനത്തിൽ ട്രാൻസ് ഹിമാലയം, ഹിമാലയം, പൂർവാഞ്ചൽ എന്നിങ്ങനെ തിരിച്ചിരിക്കുന്നു. പ്രസ്താവന 2, ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ ഹിമാലയൻ നിരകളെ സിവാലിക്, ഹിമാചൽ, ഹിമാദ്രി എന്നിങ്ങനെ തിരിച്ചിരിക്കുന്നു. പ്രസ്താവന 3, എവറസ്റ്റ് പോലുള്ള വമ്പൻ പർവ്വതങ്ങൾ സ്ഥിതി ചെയ്യുന്നത് സിവാലിക്കിലാണ്. പ്രസ്താവന 4, നാഗ, ഖാസി ഗാരോ കുന്നുകൾ പൂർവാഞ്ചലിൽ സ്ഥിതി ചെയ്യുന്നു. ഉത്തരം ഓപ്ഷൻ സി 3 ആണ്. മൂന്നാമത്തെ പ്രസ്താവനയായ എവറസ്റ്റ് പോലുള്ള വമ്പൻ പർവ്വതങ്ങൾ സ്ഥിതി ചെയ്യുന്നത് സിവാലിക്കിലാണ്. ഈ പ്രസ്താവന തെറ്റാണ്. അടുത്ത ചോദ്യം, പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത്? ഓപ്ഷൻ എ രാജസ്ഥാൻ, ഓപ്ഷൻ ബി പഞ്ചാബ്, ഓപ്ഷൻ സി ഹരിയാന, ഓപ്ഷൻ ഡി ഗുജറാത്ത്. ഉത്തരം ഓപ്ഷൻ സി ഹരിയാന. പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടാത്ത ഇന്ത്യൻ സംസ്ഥാനമാണ് ഹരിയാന. രാജസ്ഥാൻ, പഞ്ചാബ്, ഗുജറാത്ത് എന്നിവ പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്നു. അടുത്ത ചോദ്യം, ഏത് ഇന്ത്യൻ സംസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ തർക്കം നിലനിൽക്കുന്നത്? ഓപ്ഷൻ എ ആസാം, ഓപ്ഷൻ ബി മേഘാലയ, ഓപ്ഷൻ സി സിക്കിം, ഓപ്ഷൻ ഡി അരുണാചൽ പ്രദേശ്. ഉത്തരം ഓപ്ഷൻ ഡി അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശ് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ തർക്കം നിലനിൽക്കുന്നത്. അടുത്ത ചോദ്യം, മുംബൈ, കൊച്ചി, മധുര, ചെന്നൈ, കാണ്ട്ല, മംഗലാപുരം ഈ കൂട്ടത്തിൽപ്പെടാത്ത പട്ടണം ഏത്? ഓപ്ഷൻ എ കൊച്ചി, ഓപ്ഷൻ ബി മധുര, ഓപ്ഷൻ സി കാണ്ട്ല, ഓപ്ഷൻ ഡി ചെന്നൈ. ഉത്തരം ഓപ്ഷൻ ബി മധുര ആണ്. അടുത്ത ചോദ്യം, ബക്രാനങ്കൽ അണക്കെട്ടിൻ്റെ പ്രാധാന്യം താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? പ്രസ്താവന 1, വൈദ്യുതോൽപാദനത്തിന് വേണ്ടി മാത്രം നിർമ്മിച്ചത്. പ്രസ്താവന 2, സത്ലജ് നദിയിൽ സ്ഥിതി ചെയ്യുന്നു. പ്രസ്താവന 3, ജലസേചനത്തിന് വേണ്ടി മാത്രം നിർമ്മിച്ചത്. പ്രസ്താവന 4, വിവിധോദ്ദേശ പദ്ധതി. ഉത്തരം ഓപ്ഷൻ ഡി 2ഉം 4ഉം ആണ്. ബക്രാനങ്കൽ അണക്കെട്ട് സത്ലജ് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു വിവിധോദ്ദേശ പദ്ധതിയാണ്. അടുത്ത ചോദ്യം, നിസാം സാഗർ നദീതട പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ ഗംഗ, ഓപ്ഷൻ ബി കാവേരി, ഓപ്ഷൻ സി കൃഷ്ണ, ഓപ്ഷൻ ഡി ഗോദാവരി. ഉത്തരം ഓപ്ഷൻ ഡി ഗോദാവരി.
ഗോദാവരി നദിയിലാണ് നിസാം സാഗർ പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള മേജർ തുറമുഖം ഏതാണ്? ഓപ്ഷൻ എ വിശാഖപട്ടണം, ഓപ്ഷൻ ബി കൊച്ചി, ഓപ്ഷൻ സി തൂത്തുക്കുടി, ഓപ്ഷൻ ഡി കൃഷ്ണപട്ടണം. ഉത്തരം ഓപ്ഷൻ സി തൂത്തുക്കുടി. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള മേജർ തുറമുഖമാണ് തൂത്തുക്കുടി. അടുത്ത ചോദ്യം, ദക്ഷിൺ എന്ന സംസ്കൃത പദത്തിൽ നിന്ന് പേര് ലഭിച്ച പീഠഭൂമി ഏത്? ഓപ്ഷൻ എ ഛോട്ടാ നാഗ്പൂർ, ഓപ്ഷൻ ബി ഡക്കാൻ പീഠഭൂമി, ഓപ്ഷൻ സി മാൾവ പീഠഭൂമി, ഓപ്ഷൻ ഡി കച്ച് പീഠഭൂമി. ഉത്തരം ഓപ്ഷൻ ബി ഡക്കാൻ പീഠഭൂമി. ദക്ഷിൺ എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ഡക്കാൻ എന്ന പേര് ലഭിച്ചത്. അടുത്ത ചോദ്യം, ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ഓപ്ഷൻ എ ബാരാലാച്ച ചുരം, ബി നാഥുല ചുരം, ഓപ്ഷൻ സി റോഹ്തങ് ചുരം, ഓപ്ഷൻ ഡി ബാനിഹാൽ ചുരം. ഉത്തരം ബാരാലാച്ച ചുരം. ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ബാരാലാച്ച ചുരം. അടുത്ത ചോദ്യം, ഏത് രേഖാംശത്തിലെ സമയമാണ് ഇന്ത്യയുടെ പൊതുവായ സമയമായി അംഗീകരിച്ചിട്ടുള്ളത്? ഓപ്ഷൻ എ 82.5 ഡിഗ്രി പൂർവ്വ രേഖാംശം, ഓപ്ഷൻ ബി 68 ഡിഗ്രി കിഴക്കൻ രേഖാംശം, ഓപ്ഷൻ സി 84.5 ഡിഗ്രി പൂർവ്വ രേഖാംശം, ഓപ്ഷൻ ഡി 90 ഡിഗ്രി പൂർവ്വ രേഖാംശം. ഉത്തരം ഓപ്ഷൻ എ 82.5 ഡിഗ്രി പൂർവ്വ രേഖാംശം. 82.5 ഡിഗ്രി പൂർവ്വ രേഖാംശമാണ് ഇന്ത്യയുടെ പൊതുവായ സമയമായി അംഗീകരിച്ചിട്ടുള്ളത്. അടുത്ത ചോദ്യം, കെയ്ബുൾ ലംജാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഓപ്ഷൻ എ മിസോറാം, ഓപ്ഷൻ ബി മണിപ്പൂർ, ഓപ്ഷൻ സി സിക്കിം, ഓപ്ഷൻ ഡി മേഘാലയ. ഉത്തരം ഓപ്ഷൻ ബി മണിപ്പൂർ. കെയ്ബുൾ ലംജാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് മണിപ്പൂർ. അടുത്ത ചോദ്യം, ഉത്തര മഹാസമുദ്രത്തിലും പഞ്ചാബിലും ശൈത്യകാല വിളകൾക്ക് പ്രയോജനകരമായ ശൈത്യകാല മഴ ലഭിക്കുന്നതിന് കാരണമായ പ്രതിഭാസം? ഓപ്ഷൻ എ പശ്ചിമ അസ്വസ്ഥത, ഓപ്ഷൻ ബി ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റ്, ഓപ്ഷൻ സി കാൽ ബൈശാഖി, ഓപ്ഷൻ ഡി മൺസൂൺ. ഉത്തരം പശ്ചിമ അസ്വസ്ഥത. പശ്ചിമ അസ്വസ്ഥതയാണ് ഉത്തര മഹാസമുദ്രത്തിലും പഞ്ചാബിലും ശൈത്യകാല വിളകൾക്ക് വേണ്ട ശൈത്യകാല മഴ ലഭിക്കുന്നതിന് കാരണമായ പ്രതിഭാസം. അടുത്ത ചോദ്യം, ദൊഡ്ഡബേട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വത ശിഖരം? ഓപ്ഷൻ എ ആനമലക്കുന്ന്, ഓപ്ഷൻ ബി കാർഡമം കുന്ന്, ഓപ്ഷൻ സി നല്ല മലക്കുന്ന്, ഓപ്ഷൻ ഡി നീലഗിരി കുന്ന്. ഉത്തരം ഓപ്ഷൻ ഡി നീലഗിരി കുന്നാണ്. ദൊഡ്ഡബേട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വത ശിഖരമാണ് നീലഗിരി കുന്ന്. അടുത്ത ചോദ്യം, ഹൂഗ്ലി നദിയിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖം? ഓപ്ഷൻ എ വിശാഖപട്ടണം, ഓപ്ഷൻ ബി ചെന്നൈ, ഓപ്ഷൻ സി കൊൽക്കത്ത, ഓപ്ഷൻ ഡി മുംബൈ. ഉത്തരം ഓപ്ഷൻ സി കൊൽക്കത്ത. ഓപ്ഷൻ സി കൊൽക്കത്തയാണ് ഹൂഗ്ലി നദിയിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖം. അടുത്ത ചോദ്യം, അനർ, ഗിർന ഏത് നദിയുടെ പ്രധാന പോഷക നദികളാണ്? ഓപ്ഷൻ എ ഗോദാവരി, ഓപ്ഷൻ ബി കാവേരി, ഓപ്ഷൻ സി നർമ്മദ, ഓപ്ഷൻ ഡി താപ്തി. ഉത്തരം ഓപ്ഷൻ ഡി താപ്തി. താപ്തി നദിയുടെ പോഷക നദികളാണ് ആനർ, ഗിർന എന്നിവ. അടുത്ത ചോദ്യം, 1959 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്കുശാല ഇന്ത്യയിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ ദുർഗ്, ഓപ്ഷൻ ബി ദുർഗാപൂർ, ഓപ്ഷൻ സി സുന്ദർഗഡ്, ഓപ്ഷൻ ഡി ബൊക്കാറോ. ഉത്തരം ഓപ്ഷൻ എ ദുർഗ്. 1959 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്കുശാലയിൽ സ്ഥിതി ചെയ്യുന്നത് ദുർഗിലാണ്. അടുത്ത ചോദ്യം,
കർണാടകയിലെ ആദിചുഞ്ച നഗരി പക്ഷി സങ്കേതം ഏതു പക്ഷിയുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ എ മീൻ കൊത്തിച്ചാത്തൻ, ഓപ്ഷൻ ബി മയിൽ, ഓപ്ഷൻ സി വയൽക്കോതി, ഓപ്ഷൻ ഡി കഴുകൻ. ഉത്തരം ഓപ്ഷൻ ബി മയിൽ. മയിലുമായി ബന്ധപ്പെട്ട പക്ഷി സങ്കേതമാണ് കർണാടകയിലെ ആദിചുഞ്ച നഗരി. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ കിഴക്കൻ തീരസമതല പ്രദേശത്തിൻ്റെ സവിശേഷതകൾ ഏവ? പ്രസ്താവന 1, കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു. പ്രസ്താവന 2, ഡെൽറ്റ രൂപീകരണം നടക്കുന്നു. പ്രസ്താവന 3, താരതമ്യേന വീതി കുറവ്. 4, വീതി താരതമ്യേന കൂടുതൽ. ഉത്തരം ഓപ്ഷൻ സി 2ഉം 4ഉം. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഡെൽറ്റ രൂപീകരണം നടക്കുന്നു, വീതി താരതമ്യേന കൂടുതൽ എന്നീ പ്രസ്താവനകൾ മാത്രമാണ് ശരി. കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു, വീതി താരതമ്യേന കുറവ്, ഇവ രണ്ടും പടിഞ്ഞാറൻ തീരസമതല പ്രദേശത്തിൻ്റെ സവിശേഷതകളാണ്. കിഴക്കൻ തീരസമതല പ്രദേശത്തിൻ്റെ സവിശേഷതകളാണ് ഡെൽറ്റ രൂപീകരണവും വീതി താരതമ്യേന കൂടുതലും. അടുത്ത ചോദ്യം, ഡോക്ടർ കാറ്റ് എന്നറിയപ്പെടുന്ന പ്രാദേശികവാദം ഏതാണ്? ഓപ്ഷൻ എ ഹർമാറ്റൻ, ഓപ്ഷൻ ബി ചിനൂക്ക്, ഓപ്ഷൻ സി ലൂ, ഓപ്ഷൻ ഡി ഫോൻ. ഉത്തരം ഓപ്ഷൻ ഇ ഹർമാറ്റൻ. ഡോക്ടർ കാറ്റ് എന്നറിയപ്പെടുന്ന പ്രാദേശികവാദമാണ് ഹർമാറ്റൻ. അടുത്ത ചോദ്യം, വസ്ത്രനിർമ്മാണ രംഗത്ത് യൂണിവേഴ്സൽ ഫൈബർ എന്ന് പറയുന്ന നാണ്യവിള ഏതാണ്? ഓപ്ഷൻ എ ചണം, ഓപ്ഷൻ ബി ചകിരി, ഓപ്ഷൻ സി പരുത്തി, ഓപ്ഷൻ ഡി പട്ട്. ഉത്തരം ഓപ്ഷൻ സി പരുത്തി. പരുത്തിയാണ് യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന നാണ്യവിള. അടുത്ത ചോദ്യം, ചന്ദ്രഗുപ്ത് റിഡ്ജ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ അറബിക്കടൽ, ഓപ്ഷൻ ബി ഇന്ത്യൻ മഹാസമുദ്രം, ഓപ്ഷൻ സി ബംഗാൾ ഉൾക്കടൽ, ഓപ്ഷൻ ഡി ആൻഡമാൻ കടൽ. ഉത്തരം ഓപ്ഷൻ ബി ഇന്ത്യൻ മഹാസമുദ്രം. ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് ചന്ദ്രഗുപ്ത് റിഡ്ജ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ഹിമാലയൻ നദികളും അവയുടെ പോഷക നദികളും താഴെ തന്നിരിക്കുന്നു, അതിൽ ചേരാത്തത് കണ്ടെത്തുക. ഓപ്ഷൻ എ സിന്ധു ചിനാബ്, ഓപ്ഷൻ ബി ഗംഗ കോസി, ഓപ്ഷൻ സി ബ്രഹ്മപുത്ര ഗാഗര, ഓപ്ഷൻ ഡി യമുന ടോൺസ്. ഉത്തരം ബ്രഹ്മപുത്ര ഗാഗര. അടുത്ത ചോദ്യം, ഉത്തര മഹാസമതലത്തിൻ്റെ പ്രാദേശിക വിഭാഗങ്ങൾ ഏതു വിഭാഗവുമായി ബന്ധപ്പെട്ടതാണ് മരുസ്ഥലി ബാഗർ മേഖലകൾ? ഓപ്ഷൻ എ രാജസ്ഥാൻ സമതലം, ഓപ്ഷൻ ബി പഞ്ചാബ് ഹരിയാന സമതലം, ഓപ്ഷൻ സി ഗംഗാ സമതലം, ഓപ്ഷൻ ഡി ബ്രഹ്മപുത്ര സമതലം. ഉത്തരം ഓപ്ഷൻ എ രാജസ്ഥാൻ സമതലം. രാജസ്ഥാൻ സമതലവുമായി ബന്ധപ്പെട്ടതാണ് മരുസ്ഥലി ബാഗർ മേഖലകൾ. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ പടിഞ്ഞാറേ തീരത്തുള്ള തുറമുഖങ്ങളെ മുകളിൽ നിന്ന് താഴേക്ക് വടക്ക് തെക്ക് ദിശയിൽ ശരിയായി ക്രമീകരിക്കുക. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി കാണ്ട്ല, മുംബൈ, മർമഗോവ, മംഗലാപുരം ആണ്. അടുത്ത ചോദ്യം, തന്നിരിക്കുന്ന ഇന്ത്യയുടെ തീരസമതലങ്ങളിൽ പടിഞ്ഞാറൻ തീരസമതലത്തിൻ്റെ ഭാഗമല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ എ കൊങ്കൺ തീരസമതലം, ഓപ്ഷൻ ബി കോറമണ്ഡല തീരസമതലം, ഓപ്ഷൻ സി ഗുജറാത്ത് തീരസമതലം, ഓപ്ഷൻ ബി മലബാർ തീരസമതലം. ഉത്തരം ഓപ്ഷൻ ബി കോറമണ്ഡല തീരസമതലം. കൊങ്കൺ തീരസമതലം, ഗുജറാത്ത് തീരസമതലം, മലബാർ തീരസമതലം ഇവയെല്ലാം പടിഞ്ഞാറൻ തീരസമതലത്തിൻ്റെ ഭാഗമാണ്. കോറമണ്ഡല തീരസമതലം കിഴക്കൻ തീരസമതലത്തിൻ്റെ ഭാഗമാണ്. അടുത്ത ചോദ്യം, ഒരു ഉപദ്വീപീയ നദിയുടെ സവിശേഷതകളാണ് താഴെ പറയുന്നത്. നദി ഏതെന്ന് തിരിച്ചറിയുക. ഞാൻ റായ്പൂരിലെ സിഹാവയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. എൻ്റെ കുറുകെയാണ് ഹിരാക്കുഡ് അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഞാൻ കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദിയാണ്. എൻ്റെ പോഷക നദികളാണ് ഇബ് ടെൽ. ഓപ്ഷൻസ് എ മഹാനദി, ഓപ്ഷൻ ബി ഗോദാവരി, ഓപ്ഷൻ സി കൃഷ്ണ, ഓപ്ഷൻ ടി കാവേരി. ഉത്തരം ഓപ്ഷൻ എ മഹാനദി. മഹാനദിയുടെ പോഷക നദികളാണ് ഇബ് ടെൽ. ഇതിന് കുറുകെയാണ് ഹിരാക്കുഡ് അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്.
ഓപ്ഷൻ എ മഹാനദി. അടുത്ത ചോദ്യം, സഹ്യാദ്രിയിലെ മഹാബലേശ്വറിന് അടുത്തുനിന്നും ഉത്ഭവിക്കുന്ന ഉപദ്വീപീയ നദി ഏത്? ഓപ്ഷൻ എ കാവേരി, ഓപ്ഷൻ ബി കൃഷ്ണ, ഓപ്ഷൻ സി ഗോദാവരി, ഓപ്ഷൻ ഡി മഹാനദി. ഉത്തരം ഓപ്ഷൻ ബി കൃഷ്ണ. മഹാബലേശ്വറിന് അടുത്തു നിന്നാണ് കൃഷ്ണ നദി ഉത്ഭവിക്കുന്നത്. അടുത്ത ചോദ്യം, തെക്കേ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മൺസൂൺ സീസണിൽ രൂപം കൊള്ളുന്നതും ഇന്ത്യയുടെ പടിഞ്ഞാറേ തീരസമതലത്തിൽ ഉയർന്ന മഴ ലഭിക്കാൻ കാരണമാകുന്നതുമായ ഉച്ചമർദ്ദ മേഖല? ഓപ്ഷൻ എ സൊമാലി ജെറ്റ്, ഓപ്ഷൻ ബി ടിബറ്റൻ ഹൈ, ഓപ്ഷൻ സി മാസ്കറിൻ ഹൈ, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ഉത്തരം ഓപ്ഷൻ സി മാസ്കറിൻ ഹൈ. അടുത്ത ചോദ്യം, ഉപദ്വീപീയ ഇന്ത്യൻ നദികളിൽ കിഴക്കോട്ടൊഴുകുന്നവയെയും പടിഞ്ഞാറോട്ടൊഴുകുന്നവയെയും തമ്മിൽ വേർതിരിക്കുന്ന ജലവിഭാജകം ഏത്? ഓപ്ഷൻ എ പശ്ചിമഘട്ടം, ഓപ്ഷൻ ബി പൂർവഘട്ടം, ഓപ്ഷൻ സി രാജ്മഹൽ കുന്നുകൾ, ഓപ്ഷൻ ഡി വിന്ധ്യ സത്പുര കുന്നുകൾ. ഉത്തരം ഓപ്ഷൻ എ പശ്ചിമഘട്ടം. പശ്ചിമഘട്ടമാണ് ഇന്ത്യൻ ഉപദ്വീപീയ നദികളെ കിഴക്കോട്ടൊഴുകുന്നവയെന്നും പടിഞ്ഞാറോട്ടൊഴുകുന്നവയെന്നും തിരിക്കുന്ന ജലവിഭാജകം. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ഹിമാലയ പർവ്വതവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ വലനം ഫോൾഡിംഗ് കാരണം രൂപീകരിക്കപ്പെട്ട മടക്ക് പർവ്വതനിര, ഓപ്ഷൻ ബി താരതമ്യേന പ്രായം കുറഞ്ഞ പർവ്വതനിര, ഓപ്ഷൻ സി സംയോജക സീമയിൽ രൂപം കൊണ്ടത്, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ഉത്തരം ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. മുകളിൽ പറഞ്ഞിരിക്കുന്ന 3 പ്രസ്താവനകളും ഹിമാലയ പർവ്വതവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകളാണ്. അടുത്ത ചോദ്യം, ഡെക്കാൻ ട്രാപ്പ് എന്നറിയപ്പെടുന്ന ഭൂമിശാസ്ത്രപരമായ രൂപീകരണത്തെ ഇനി പറയുന്ന ഏത് പ്രസ്താവനയാണ് ശരിയായി വിവരിക്കുന്നത്? ഓപ്ഷൻ എ മെസോയ് കാലഘട്ടത്തിൽ പ്രാഥമികമായി രൂപപ്പെട്ട അവശിഷ്ട പാറകൾ ചേർന്നതാണ് ഇത്, ഓപ്ഷൻ ബി ക്രട്ടേഷ്യസ് കാലഘട്ടത്തിൻ്റെ അവസാനത്തിൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങളാൽ രൂപപ്പെട്ട ഒരു വലിയ അഗ്നിപ്രവിശ്യയാണിത്, ഓപ്ഷൻ സി ഹിമാലയൻ ഒറോജിനി സമയത്ത് രൂപം കൊണ്ട മടക്കിയ പർവ്വതങ്ങൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു, ഓപ്ഷൻ ഡി തൃതീയ കാലഘട്ടത്തിലെ സമുദ്ര അതിർത്തികൾ മൂലം രൂപപ്പെട്ട ഒരു തീരപ്രദേശമാണിത്. ഉത്തരം ഓപ്ഷൻ ബി ക്രട്ടേഷ്യസ് കാലഘട്ടത്തിൻ്റെ അവസാനത്തിൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങളാൽ രൂപപ്പെട്ട ഒരു വലിയ അഗ്നിപ്രവിശ്യയാണിത്. അടുത്ത ചോദ്യം, പെനിൻസുലർ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഓപ്ഷൻ എ നർമ്മദ, ഓപ്ഷൻ ബി കൃഷ്ണ, ഓപ്ഷൻ സി ഗോദാവരി, ഓപ്ഷൻ ഡി മഹാനദി. ഉത്തരം ഓപ്ഷൻ സി ഗോദാവരി. ഗോദാവരി നദിയാണ് ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയത്. അടുത്ത ചോദ്യം, ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ എ രാജസ്ഥാൻ, ഓപ്ഷൻ ബി ഒഡീഷ, ഓപ്ഷൻ സി ഗുജറാത്ത്, ഓപ്ഷൻ ഡി ത്രിപുര. ഉത്തരം ഓപ്ഷൻ ബി ഒഡീഷ. അടുത്ത ചോദ്യം, വേനൽക്കാലത്ത് വടക്കൻ സമതലങ്ങളിൽ വീശുന്ന കാറ്റിൻ്റെ പേരെന്താണ്? ഓപ്ഷൻ എ കാൽ ബൈശാഖി, ഓപ്ഷൻ ബി ലൂ, ഓപ്ഷൻ സി വാണിജ്യ കാറ്റുകൾ, ഓപ്ഷൻ ഡി മുകളിൽ കൊടുത്തിരിക്കുന്ന ഒന്നുമല്ല. ഉത്തരം ഓപ്ഷൻ ബി ലൂ. ലൂ ആണ് വേനൽക്കാലത്ത് വടക്കൻ സമതലങ്ങളിൽ വീശുന്ന കാറ്റ്. അടുത്ത ചോദ്യം, ബക്ര നങ്കൽ ഡാം ഏത് നദിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്? ഓപ്ഷൻ എ മഹാനദി, ഓപ്ഷൻ ബി സത്ലജ് നദി, ഓപ്ഷൻ സി നർമ്മദ, ഓപ്ഷൻ ഡി ഗോദാവരി. ഉത്തരം ഓപ്ഷൻ ബി സത്ലജ് നദി. സിന്ധു നദിയുടെ പോഷക നദിയായ സത്ലജിലാണ് ബക്ര നങ്കൽ ഡാം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ കിഴക്കൻ തീരസമതലവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. പ്രസ്താവന 1 ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനുമിടയിൽ. പ്രസ്താവന 2 താരതമ്യേന വീതി കുറവ്. പ്രസ്താവന 3 കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു. പ്രസ്താവന 4 ഡെൽറ്റ രൂപീകരണം നടക്കുന്നു. ഉത്തരം ഓപ്ഷൻ ഡി 2ഉം 3ഉം. താരതമ്യേന വീതി കുറവ്, കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു. ഈ 2 പ്രസ്താവനകളും ഇന്ത്യൻ കിഴക്കൻ തീരസമതലവുമായി ബന്ധപ്പെട്ടതല്ല, അത് പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധപ്പെട്ടതാണ്.
കിഴക്കൻ തീരസമതലവുമായി ബന്ധപ്പെട്ട ഓപ്ഷനുകൾ ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനുമിടയിൽ ഡെൽറ്റ രൂപീകരണം നടക്കുന്നു. ഇവ രണ്ടുമാണ്. അടുത്ത ചോദ്യം, ഹിമാലയൻ നദികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. പ്രസ്താവന 1 അതിവിസ്തൃതമായ വൃഷ്ടിപ്രദേശം. പ്രസ്താവന 2 അപരദന തീവ്രത കൂടുതൽ. പ്രസ്താവന 3 അപരദന തീവ്രത കുറവ്. പ്രസ്താവന 4 താരതമ്യേന വിസ്തൃതി കുറഞ്ഞ വൃഷ്ടിപ്രദേശം. ഉത്തരം ഓപ്ഷൻ ബി 3ഉം 4ഉം. ഓപ്ഷൻ 3 അപരദന തീവ്രത കുറവ്, താരതമ്യേന വിസ്തൃതി കുറഞ്ഞ വൃഷ്ടിപ്രദേശം എന്നീ പ്രസ്താവനകൾ ഹിമാലയൻ നദികളുമായി ബന്ധപ്പെട്ടതല്ല. അത് ഉപദ്വീപീയ നദികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. അതിവിസ്തൃതമായ വൃഷ്ടിപ്രദേശം, അപരദന തീവ്രത കൂടുതൽ എന്നീ 2 പ്രസ്താവനകളാണ് ഹിമാലയൻ നദികളുമായി ബന്ധപ്പെട്ടത്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ പടിഞ്ഞാറ് തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾ കണ്ടെത്തുക. 1 നെവഷേവ, 2 കാണ്ട്ല, 3 ഹാൽഡിയ, 4 വിശാഖപട്ടണം. ഉത്തരം ഓപ്ഷൻ എ 1ഉം 2ഉം. നെവാഷേവ, കാണ്ട്ല എന്നിവയാണ് ഇന്ത്യയുടെ പടിഞ്ഞാറ് തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾ. ഹാൽഡിയ, വിശാഖപട്ടണം എന്നിവ ഇന്ത്യയുടെ കിഴക്കൻ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്ന പർവ്വതനിരകൾ കണ്ടെത്തുക. 1 കാരക്കോറം, 2 ഹിമാചൽ, 3 സസ്കർ, 4 സിവാലിക്. ഉത്തരം ഓപ്ഷൻ ബി 1ഉം 3ഉം. കാരക്കോറം, സസ്കർ എന്നീ പർവ്വതനിരകളാണ് ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്നത്. അടുത്ത ചോദ്യം, ഏത് നദിയുടെ പോഷക നദിയാണ് കബനി? ഓപ്ഷൻ എ കൃഷ്ണ, ഓപ്ഷൻ ബി മഹാനദി, ഓപ്ഷൻ സി കാവേരി, ഓപ്ഷൻ ഡി ഗോദാവരി. ഉത്തരം ഓപ്ഷൻ സി കാവേരി. കാവേരി നദിയുടെ പോഷക നദിയാണ് കബനി. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് K2 അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത് ഏത് പർവ്വതനിരകളിലാണ്? ഓപ്ഷൻ എ സിവാലിക്, ഓപ്ഷൻ ബി ഹിമാചൽ, ഓപ്ഷൻ സി ഹിമാദ്രി, ഓപ്ഷൻ ഡി കാരക്കോറം. ഉത്തരം ഓപ്ഷൻ ഡി കാരക്കോറം. കാരക്കോറം പർവ്വതനിരകളിലാണ് മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്ന ഭൂപ്രകൃതി വിഭാഗം ഏത്? ഓപ്ഷൻ എ ഉത്തര മഹാസമതലം, ഓപ്ഷൻ ബി ഉപദ്വീപീയ പീഠഭൂമി, ഓപ്ഷൻ സി ഹിമാലയ പർവ്വതം, ഓപ്ഷൻ ഡി തീരസമതലങ്ങൾ. ഉത്തരം ഓപ്ഷൻ ബി ഉപദ്വീപീയ പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമിയാണ് ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്നത്. അടുത്ത ചോദ്യം, ചുവടെ ചേർത്തിട്ടുള്ളതിൽ കാവേരി നദിയുടെ പോഷക നദി ഏത്? ഓപ്ഷൻ എ ഇന്ദ്രാവതി, ഓപ്ഷൻ ബി കബനി, ഓപ്ഷൻ സി ശബരി, ഓപ്ഷൻ ഡി ഭീമ. ഉത്തരം ഓപ്ഷൻ ബി കബനി. കബനി നദിയാണ് കാവേരി നദിയുടെ പോഷക നദി. അടുത്ത ചോദ്യം, ഇന്ത്യയെയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖ. ഓപ്ഷൻ എ റാഡ്ക്ലിഫ് രേഖ, ഓപ്ഷൻ ബി മക്മോഹൻ രേഖ, ഓപ്ഷൻ സി ഡൂറൻ രേഖ, ഓപ്ഷൻ ഡി ഗ്രീൻവിച്ച് രേഖ. ഉത്തരം ഓപ്ഷൻ എ റാഡ്ക്ലിഫ് രേഖ. സിറിൽ റാഡ്ക്ലിഫ് എന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഇന്ത്യയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖ നിർണയിച്ചത്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ഏത്? ഓപ്ഷൻ എ കർണാടക, ഓപ്ഷൻ ബി ഗുജറാത്ത്, ഓപ്ഷൻ സി മഹാരാഷ്ട്ര, ഓപ്ഷൻ ഡി ഗോവ. ഉത്തരം ഓപ്ഷൻ ബി ഗുജറാത്ത്. ഗുജറാത്താണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം. അടുത്ത ചോദ്യം, തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഓപ്ഷൻ എ എവറസ്റ്റ്, ഓപ്ഷൻ ബി ആനമുടി, ഓപ്ഷൻ സി നന്ദാദേവി, ഓപ്ഷൻ ഡി കാഞ്ചൻജംഗ. ഉത്തരം ഓപ്ഷൻ ബി ആനമുടി. ആനമുടിയാണ് തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. സ്വതന്ത്രാനന്തര ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരുക്കുശാലകളും അവ രൂപീകരിക്കാൻ സഹായിച്ച രാജ്യങ്ങളുമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ തെറ്റായ ജോഡി ഏത്? ബിലായ് സോവിയറ്റ് യൂണിയൻ, റൂർക്കേല ജർമ്മനി, ദുർഗാപൂർ ബ്രിട്ടൻ, ബൊക്കാറോ ഫ്രാൻസ്. ഉത്തരം ഓപ്ഷൻ ഡി 4. ബൊക്കാറോ ഫ്രാൻസ് എന്ന ഓപ്ഷനാണ് തെറ്റ്. ബൊക്കാറോ എന്ന ഇരുമ്പുരുക്കുശാലയ്ക്ക് സഹായം നൽകിയ രാഷ്ട്രം സോവിയറ്റ് യൂണിയനാണ്.
അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്നത് കണ്ടെത്തുക. 1. പത്കായിബ്, 2. മീസോ കുന്നുകൾ, 3. ഹിമാദ്രി, 4. ഗാരോ ഖാസി കുന്നുകൾ. ഉത്തരം ഓപ്ഷൻ സി. പത്കായിബ്, മീസോ കുന്നുകൾ, ഗാരോ ഖാസി കുന്നുകൾ എന്നിവ ഇന്ത്യയിലെ കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്ന ഭാഗങ്ങളാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. പ്രസ്താവന 1. റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ. 2. ഡെൽറ്റ രൂപീകരണം നടക്കുന്നു. 3. കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു. 4. താരതമ്യേന വീതി കൂടുതൽ. ഉത്തരം ഓപ്ഷൻ സി 2 and 4. ഡെൽറ്റ രൂപീകരണം നടക്കുന്നു, താരതമ്യേന വീതി കൂടുതൽ എന്നീ പ്രസ്താവനകൾ ഇന്ത്യയുടെ കിഴക്കൻ തീരസമതലവുമായി ബന്ധപ്പെട്ടതാണ്. റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു. ഇവയാണ് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ. ആൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക. പ്രസ്താവന 1. അറബിക്കടലിലാണ് ദ്വീപസമൂഹം സ്ഥിതി ചെയ്യുന്നത്. 2. ഏകദേശം 200 ദ്വീപുകൾ ഉൾപ്പെടുന്നതാണ് ആൻഡമാൻ. പോർട്ട് ബ്ലെയർ ആണ് ഈ ദ്വീപസമൂഹത്തിൻ്റെ തലസ്ഥാനം. 36 ദ്വീപുകൾ ഉൾപ്പെടുന്നതാണ് നിക്കോബാർ. ഉത്തരം ഓപ്ഷൻ ബി 2 and 3. ഏകദേശം 200 ദ്വീപുകൾ ഉൾപ്പെടുന്നതാണ് ആൻഡമാൻ. പോർട്ട് ബ്ലെയർ ആണ് ഈ ദ്വീപസമൂഹത്തിൻ്റെ തലസ്ഥാനം എന്നീ പ്രസ്താവനകളാണ് ശരിയായത്. അടുത്ത ചോദ്യം, താഴെ നൽകിയിട്ടുള്ളവയിൽ ഇന്ത്യയുടെ കിഴക്ക് തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾ കണ്ടെത്തുക. 1. കാണ്ട്ല, 2. നെവശേവ, 3. പാരാദ്വീപ്, 4. ഹാൽഡിയ. ഉത്തരം ഓപ്ഷൻ ഡി 3 and 4. പാരാദ്വീപ്, ഹാൽഡിയ എന്നിവയാണ് ഇന്ത്യയുടെ കിഴക്ക് തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾ. അടുത്ത ചോദ്യം, ഏത് നദിയുടെ പോഷക നദിയാണ് തുംഗഭദ്ര? ഓപ്ഷൻ എ കൃഷ്ണ, ഓപ്ഷൻ ബി മഹാനദി, ഓപ്ഷൻ സി ഗോദാവരി, ഓപ്ഷൻ ഡി താപ്തി. ഉത്തരം ഓപ്ഷൻ എ കൃഷ്ണ. കൃഷ്ണ നദിയുടെ പോഷക നദിയാണ് തുംഗഭദ്ര. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഉത്തരപർവ്വത മേഖലയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ എ ട്രാൻസ് ഹിമാലയം, ഓപ്ഷൻ ബി ഹിമാലയം, ഓപ്ഷൻ സി കിഴക്കൻ കുന്നുകൾ, ഓപ്ഷൻ ഡി ആരവല്ലി. ഉത്തരം ഓപ്ഷൻ ഡി ആരവല്ലി. ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ കുന്നുകൾ എന്നിവ ഇന്ത്യയിലെ ഉത്തരപർവ്വത മേഖലയിൽ ഉൾപ്പെടുന്നതാണ്. അടുത്ത ചോദ്യം, സിവാലിക് മലനിരകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? പ്രസ്താവന 1. ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്കായുള്ളത്. 2. ഗംഗാ സമതലത്തിന് അതിരായി നിലകൊള്ളുന്നു. 3. ബ്രഹ്മപുത്ര സമതലത്തിന് അതിരായി നിലകൊള്ളുന്നു. ഉത്തരം ഓപ്ഷൻ എ 1 and 2. ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്കായുള്ളത്, ഗംഗാ സമതലത്തിന് അതിരായി നിലകൊള്ളുന്നു എന്നീ പ്രസ്താവനകളാണ് സിവാലിക് മലനിരകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. അടുത്ത ചോദ്യം, ഗംഗാ സമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? പ്രസ്താവന 1. പഞ്ചാബ് ഹരിയാന സമതലത്തിൻ്റെ കിഴക്കായി സ്ഥിതി ചെയ്യുന്നു. 2. കിഴക്ക് ബംഗ്ലാദേശ് മുതൽ പടിഞ്ഞാറ് യമുന നദി വരെ ഗംഗാ സമതലം വ്യാപിച്ചിരിക്കുന്നു. ഓപ്ഷൻ 3. പഞ്ചാബ് ഹരിയാന സമതലത്തിൻ്റെ തെക്കായി സ്ഥിതി ചെയ്യുന്നു. ഉത്തരം ഓപ്ഷൻ ബി 1 and 2. പഞ്ചാബ് ഹരിയാന സമതലത്തിൻ്റെ കിഴക്കായി സ്ഥിതി ചെയ്യുന്നു. കിഴക്ക് ബംഗ്ലാദേശ് മുതൽ പടിഞ്ഞാറ് യമുന നദി വരെ ഗംഗാ സമതലം വ്യാപിച്ചിരിക്കുന്നു എന്നീ 2 പ്രസ്താവനകളാണ് ഗംഗാ സമതലവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ. അടുത്ത ചോദ്യം, നർമ്മദ നദിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? പ്രസ്താവന 1. ഏറ്റവും വലിയ ഉപദ്വീപീയ നദിയാണ് നർമ്മദ. പ്രസ്താവന 2. പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിൽ പതിക്കുന്നു. പ്രസ്താവന 3. നർമ്മദ നദിയുടെ ഉത്ഭവം മധ്യപ്രദേശിലെ അമർകണ്ടകാണ്. ഉത്തരം ഓപ്ഷൻ സി 2, 3 ആണ്. പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിൽ പതിക്കുന്നു, നർമ്മദ നദിയുടെ ഉത്ഭവം മധ്യപ്രദേശിലെ അമർകണ്ടകാണ് എന്നീ പ്രസ്താവനകൾ നർമ്മദ നദിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ്. ഏറ്റവും വലിയ ഉപദ്വീപീയ നദിയാണ് ഗോദാവരി. അടുത്ത ചോദ്യം, ലിപ്പു ലേക്ക് ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ. ഓപ്ഷൻ എ ഉത്തരാഖണ്ഡ് ടിബറ്റ്, ഓപ്ഷൻ ബി ഹിമാചൽ പ്രദേശ് ടിബറ്റ്, ഓപ്ഷൻ സി സിക്കിം ടിബറ്റ്, ഓപ്ഷൻ ഡി ശ്രീനഗർ കാർഗിൽ. ഉത്തരം
ഓപ്ഷൻ എ ഉത്തരാഖണ്ഡ് ടിബറ്റാണ് ലിപുലെ ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ. അടുത്ത ചോദ്യം, കാഞ്ചൻജംഗയെക്കുറിച്ചുള്ള വിശേഷണങ്ങളിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. പ്രസ്താവന 1. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മൂന്നാമത്തെ കൊടുമുടി. കൊടുമുടികളുടെ ശൃംഖത്തിൽ ചവിട്ടരുത് എന്ന വ്യവസ്ഥയോടെ പർവ്വതാരോഹരെ കയറ്റിവിടുന്ന കൊടുമുടി. നേപ്പാളിൽ സാഗർമാത എന്നറിയപ്പെടുന്നു. ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ പർവ്വതനിര. ഉത്തരം ഓപ്ഷൻ എ 1 and 2. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മൂന്നാമത്തെ കൊടുമുടി, കൊടുമുടികളുടെ ശൃംഖത്തിൽ ചവിട്ടരുത് എന്നീ വ്യവസ്ഥകളുടെ പർവ്വതാരോഹരെ കയറ്റിവിടുന്ന കൊടുമുടി എന്നീ പ്രസ്താവനകളാണ് കാഞ്ചൻജംഗയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായവ കണ്ടെത്തുക. ഡാം, സംസ്ഥാനം, നദി. ഓപ്ഷൻ എ ദുൽഹസ്തി ഡാം, സംസ്ഥാനം ഹിമാചൽ പ്രദേശ്, നദി ചിനാബ്. ഓപ്ഷൻ ബി ആൽമട്ടി ഡാം, സംസ്ഥാനം കർണാടക, നദി കൃഷ്ണ. ഓപ്ഷൻ സി സർദാർ സരോവർ, സംസ്ഥാനം രാജസ്ഥാൻ, നദി താപ്തി. ഓപ്ഷൻ ഡി ശ്രീശൈലം, സംസ്ഥാനം ആന്ധ്രാപ്രദേശ്, നദി ഗോദാവരി. ഉത്തരം ഓപ്ഷൻ ബി ആലമട്ടി ഡാമാണ്. ആലമട്ടി ഡാം സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണ്, കൃഷ്ണ നദിയിലാണിത് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ കാർഷികോൽപ്പന്ന കയറ്റുമതിയിൽ ആദ്യ 3 സ്ഥാനത്ത് നിൽക്കുന്ന കാർഷിക വിളകൾ താഴെ നൽകുന്നു. ശരിയായ ക്രമത്തിലുള്ളത് കണ്ടെത്തി എഴുതുക. ഓപ്ഷൻ എ ബസ്മതി ഒഴികെയുള്ള അരി, സമുദ്രോൽപ്പന്നങ്ങൾ, പഞ്ചസാര. ഓപ്ഷൻ ബി സമുദ്രോൽപ്പന്നങ്ങൾ, ബസ്മതി ഒഴികെയുള്ള അരി, പഞ്ചസാര. ഓപ്ഷൻ സി പഞ്ചസാര, സമുദ്രോൽപ്പന്നങ്ങൾ, ബസ്മതി ഒഴികെയുള്ള അരി. ഓപ്ഷൻ ഡി ബസ്മതി ഒഴികെയുള്ള അരി, പഞ്ചസാര, സമുദ്രോൽപ്പന്നങ്ങൾ. ഉത്തരം ഓപ്ഷൻ ബി സമുദ്രോൽപ്പന്നങ്ങൾ, ബസ്മതി ഒഴികെയുള്ള അരി, പഞ്ചസാര. ഇന്ത്യൻ കാർഷിക ഉൽപ്പന്ന കയറ്റുമതിയിൽ ആദ്യം 3 സ്ഥാനത്ത് നിൽക്കുന്ന കാർഷിക വിളകളാണ് ഇവ. സമുദ്രോൽപ്പന്നങ്ങൾ, ബസ്മതി ഒഴികെയുള്ള അരി, പഞ്ചസാര എന്നിവ. അടുത്ത ചോദ്യം, കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടുകിടക്കുന്ന ദേശീയ ജലപാത ഏത്? ഓപ്ഷൻ എ NW1, ഓപ്ഷൻ ബി NW2, ഓപ്ഷൻ സി NW3, ഓപ്ഷൻ ഡി NW4. ഉത്തരം ഓപ്ഷൻ സി NW3. NW3 ആണ് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടുകിടക്കുന്ന ദേശീയ ജലപാത. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? പ്രസ്താവന 1. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ്. പ്രസ്താവന 2. തമിഴ്നാട്ടിലെ കൂടംകുളത്ത് ഒരു ഭൗമ താപോർജ്ജ നിലയം സ്ഥിതി ചെയ്യുന്നു. പ്രസ്താവന 3. ഗുജറാത്തിൻ്റെ തലസ്ഥാനം അഹമ്മദാബാദാണ്. പ്രസ്താവന 4. സത്ലജ് സിന്ധു നദിയുടെ പോഷക നദിയാണ്. ഉത്തരം ഓപ്ഷൻ സി 1, 4 എന്നിവ. സത്ലജ് നദി സിന്ധു നദിയുടെ പോഷക നദിയാണ്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ് എന്നീ 2 പ്രസ്താവനകളാണ് താഴെ തന്നിരിക്കുന്നതിൽ ശരിയായവ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ മൂന്നാമത്തെ നദി ഏത്? ഓപ്ഷൻ എ ഗംഗ, ഓപ്ഷൻ ബി കൃഷ്ണ, ഓപ്ഷൻ സി ഗോദാവരി, ഓപ്ഷൻ ഡി മഹാനദി. ഉത്തരം ഓപ്ഷൻ ബി കൃഷ്ണ. കൃഷ്ണയാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ മൂന്നാമത്തെ നദി. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയുടെ കിഴക്കൻ തീരസമതലത്തിൻ്റെ ഭാഗമല്ലാത്തത്? ഓപ്ഷൻ എ കൊങ്കൺ സമതലം, ഓപ്ഷൻ ബി വടക്കൻ സിർക്കാസ്, ഓപ്ഷൻ സി കോറമണ്ഡല തീരസമതലം, ഓപ്ഷൻ ഡി സുന്ദരവന പ്രദേശം. ഉത്തരം ഓപ്ഷൻ എ കൊങ്കൺ സമതലം. കൊങ്കൺ സമതലം ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരസമതലത്തിൻ്റെ ഭാഗമാണ്. അടുത്ത ചോദ്യം, ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ഓപ്ഷൻ എ ഉത്തരപർവ്വത മേഖല, ഓപ്ഷൻ ബി ഉപദ്വീപീയ പീഠഭൂമി, ഓപ്ഷൻ സി ഉത്തര മഹാസമുദ്രം, ഓപ്ഷൻ ഡി തീരപ്രദേശം. ഉത്തരം ഓപ്ഷൻ ബി ഉപദ്വീപീയ പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമിയാണ് ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ഭൂപ്രകൃതി വിഭാഗം. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം? ഓപ്ഷൻ എ കൊച്ചി, ഓപ്ഷൻ ബി മുംബൈ, ഓപ്ഷൻ സി വിഴിഞ്ഞം, ഓപ്ഷൻ ഡി വിശാഖപട്ടണം. ഉത്തരം ഓപ്ഷൻ ഡി വിഴിഞ്ഞം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖമാണ് വിഴിഞ്ഞം. അടുത്ത ചോദ്യം,
തന്നിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമല്ലാത്ത സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ്? 1 ത്രിപുര, 2 ഉത്തരാഖണ്ഡ്, 3 ഗുജറാത്ത്, 4 സിക്കിം, 5 മധ്യപ്രദേശ്. ഉത്തരം ഓപ്ഷൻ സി 3ഉം 5ഉം. ഗുജറാത്ത്, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളാണ് ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമല്ലാത്ത സംസ്ഥാനങ്ങൾ. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ആരവല്ലി പർവ്വതവുമായി ബന്ധമില്ലാത്തത് കണ്ടെത്തുക. ഓപ്ഷൻ എ, ഇത് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിരയാണ്. ഓപ്ഷൻ ബി, ഈ പർവ്വതനിരയുടെ ഭാഗമാണ് മൗണ്ട് അബു. ഓപ്ഷൻ സി, ഈ പർവ്വതനിരയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയാണ് ഗുരുശിഖർ. ഓപ്ഷൻ ഡി, ഡൂൺ താഴ്വരകൾ സ്ഥിതി ചെയ്യുന്നത് ഈ പർവ്വതനിരകളിലാണ്. ഉത്തരം ഓപ്ഷൻ ഡി, ഡൂൺ താഴ്വരകൾ സ്ഥിതി ചെയ്യുന്നത് ഈ പർവ്വതനിരകളിലാണ് എന്ന പ്രസ്താവന ആരവല്ലിയുമായി ബന്ധപ്പെട്ട് തെറ്റാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തിൽ ഉൾപ്പെടാത്ത തീരസമതലം കണ്ടെത്തുക. ഓപ്ഷൻ എ, വടക്കൻ സിർക്കാസ് തീരം. ഓപ്ഷൻ ബി, മലബാർ തീരം. ഓപ്ഷൻ സി, കൊങ്കൺ തീരം. ഓപ്ഷൻ ഡി, ഗുജറാത്ത് തീരം. ഉത്തരം ഓപ്ഷൻ എ, വടക്കൻ സിർക്കാസ് തീരമാണ്. വടക്കൻ സിർക്കാസ് തീരം ഇന്ത്യയുടെ കിഴക്കൻ തീരസമതലത്തിൽ ഉൾപ്പെടുന്നതാണ്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് ശരിയായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ എ, ട്രാൻസ് ഹിമാലയ ഖാസി കുന്നുകൾ. ഓപ്ഷൻ ബി, ഉപദ്വീപീയ പീഠഭൂമി ഛോട്ടാ നാഗ്പൂർ. ഓപ്ഷൻ സി, ഹിമാലയ പൂർവ്വഘട്ടം. ഓപ്ഷൻ ഡി, കിഴക്കൻ മലനിരകൾ ലഡാക്ക്. ഉത്തരം ഓപ്ഷൻ ബി, ഉപദ്വീപീയ പീഠഭൂമി ഛോട്ടാ നാഗ്പൂർ ആണ് ശരിയായ ജോഡി. അടുത്ത ചോദ്യം, 4 ഇന്ത്യൻ സംസ്ഥാനങ്ങളെ വലുപ്പത്തിനനുസരിച്ച് ക്രമീകരിക്കുന്നു. ശരിയായ ക്രമീകരണം കണ്ടെത്തുക. ഓപ്ഷൻ എ, രാജസ്ഥാൻ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്. ഓപ്ഷൻ ബി, രാജസ്ഥാൻ, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്. ഓപ്ഷൻ സി, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര. ഓപ്ഷൻ ഡി, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, രാജസ്ഥാൻ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ് എന്നിവയാണ്. അടുത്ത ചോദ്യം, കരിമ്പ് കൃഷി, പരുത്തി കൃഷി തുടങ്ങിയവയ്ക്ക് അനുയോജ്യമായ കറുത്ത പരുത്തി മണ്ണ് ഉണ്ടാകുന്നത് ഏത് പാറ പൊടിഞ്ഞാണ്? ഓപ്ഷൻ എ, ബസാൾട്ട്. ഓപ്ഷൻ ബി, ഗ്രാനൈറ്റ്. ഓപ്ഷൻ സി, ലാറ്ററൈറ്റ്. ഓപ്ഷൻ ഡി, മണൽക്കല്ല്. ഉത്തരം ഓപ്ഷൻ എ, ബസാൾട്ട്. ബസാൾട്ട് പൊടിഞ്ഞാണ് കറുത്ത പരുത്തി മണ്ണ് ഉണ്ടാകുന്നത്. അടുത്ത ചോദ്യം, ഉത്തര രാജസ്ഥാന് ജലസേചനത്തിനു വേണ്ടി നിർമ്മിച്ച ഇന്ദിരാ കനാൽ ഏത് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ, ചിനാബ്. ഓപ്ഷൻ ബി, ചലം. ഓപ്ഷൻ സി, രവി. ഓപ്ഷൻ ഡി, സത്ലജ്. ഉത്തരം ഓപ്ഷൻ ഡി, സത്ലജ് നദിയിലാണ് ഉത്തര രാജസ്ഥാന് ജലസേചനത്തിന് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ഇന്ദിരാ കനാൽ സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, പളനി മലകളിൽ സ്ഥിതി ചെയ്യുന്ന ഹിൽ സ്റ്റേഷൻ ഏതാണ്? ഓപ്ഷൻ എ, ഊട്ടി. ഓപ്ഷൻ ബി, കൊടൈക്കനാൽ. ഓപ്ഷൻ സി, പച്മാർഹി. ഓപ്ഷൻ ഡി, അബു ഹിൽസ്. ഉത്തരം ഓപ്ഷൻ ബി, കൊടൈക്കനാലാണ് പളനി മലകളിൽ സ്ഥിതി ചെയ്യുന്ന ഹിൽ സ്റ്റേഷൻ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും ചെറിയ യൂണിയൻ ടെറിട്ടറി ഏതാണ്? ഓപ്ഷൻ എ, പുതുച്ചേരി. ഓപ്ഷൻ ബി, ഡാമൻ ദിയു. ഓപ്ഷൻ സി, ലക്ഷദ്വീപ്. ഓപ്ഷൻ ഡി, ഡൽഹി. ഉത്തരം ഓപ്ഷൻ സി, ലക്ഷദ്വീപ്. ലക്ഷദ്വീപാണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ യൂണിയൻ ടെറിട്ടറി. അടുത്ത ചോദ്യം, കാരക്കോറം, സസ്കർ, പീർ പഞ്ചൽ എന്നീ പർവ്വതനിരകൾ ഉൾപ്പെടുന്ന ഹിമാലയം ഏതാണ്? ഓപ്ഷൻ എ, കാശ്മീർ ഹിമാലയം. ഓപ്ഷൻ ഡി, ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയം. ഓപ്ഷൻ സി, ഡാർജിലിംഗ് സിക്കിം ഹിമാലയം. ഓപ്ഷൻ ഡി, അരുണാചൽ ഹിമാലയം. ഉത്തരം ഓപ്ഷൻ എ, കാശ്മീർ ഹിമാലയം. കാശ്മീർ ഹിമാലയത്തിൽ ഉൾപ്പെടുന്നതാണ് കാരക്കോറം, സസ്കർ, പീർ പഞ്ചൽ എന്നീ പർവ്വതനിരകൾ. അടുത്ത ചോദ്യം, അറബിക്ക, റോബസ്റ്റ, ലിബറിക്ക എന്നീ 3 ഇനം ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ എ, പഴങ്ങൾ. ഓപ്ഷൻ ബി, നെല്ല്. ഓപ്ഷൻ സി, കാപ്പി. ഓപ്ഷൻ ഡി, ഗോതമ്പ്. ഉത്തരം ഓപ്ഷൻ സി, കാപ്പിയാണ്. അടുത്ത ചോദ്യം, കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയ ജലപാത ഏതാണ്? ഓപ്ഷൻ എ, NW1. ഓപ്ഷൻ ബി, NW3. ഓപ്ഷൻ സി, NW5. ഓപ്ഷൻ ഡി, NW6. ഉത്തരം NW3. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയ ജലപാതയാണ് NW3. അടുത്ത ചോദ്യം, ഇന്ത്യയിലൂടെ കടന്നുപോകുന്ന ഒരു പ്രധാനപ്പെട്ട അക്ഷാംശ രേഖ ഏത്? ഓപ്ഷൻ എ, ഉത്തരായന രേഖ. ഓപ്ഷൻ ബി, ദക്ഷിണായന രേഖ. ഓപ്ഷൻ സി, ഭൂമധ്യരേഖ.
ഓപ്ഷൻ ഡി ആർട്ടിക് വൃത്തം. ഉത്തരം ഓപ്ഷൻ എ ഉത്തരായന രേഖ. ഉത്തരായന രേഖയാണ് ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശ രേഖ. അടുത്ത ചോദ്യം, ഏത് രാജ്യമാണ് ഇന്ത്യയുമായി ഏറ്റവും അധികം കരാതിർത്തി പങ്കിടുന്നത്? ഓപ്ഷൻ എ പാകിസ്ഥാൻ, ഓപ്ഷൻ ബി ഭൂട്ടാൻ, ഓപ്ഷൻ സി നേപ്പാൾ, ഓപ്ഷൻ ഡി ബംഗ്ലാദേശ്. ഉത്തരം ഓപ്ഷൻ ഡി ബംഗ്ലാദേശ്. ബംഗ്ലാദേശുമായാണ് ഇന്ത്യ ഏറ്റവും അധികം കരാതിർത്തി പങ്കിടുന്നത്. അടുത്ത ചോദ്യം, ഉത്തര മഹാസമുദ്രത്തിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനം ഏത്? ഓപ്ഷൻ എ കറുത്ത മണ്ണ്, ഓപ്ഷൻ ബി ഏക്കൽ മണ്ണ്, ഓപ്ഷൻ സി ചുവന്ന മണ്ണ്, ഓപ്ഷൻ ഡി വനമണ്ണ്. ഉത്തരം ഓപ്ഷൻ ബി ഏക്കൽ മണ്ണാണ് ഉത്തര മഹാസമുദ്രത്തിൽ പ്രധാനമായി കാണപ്പെടുന്ന മണ്ണിനം. അടുത്ത ചോദ്യം, ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന കടലിടുക്ക് ഏത്? ഓപ്ഷൻ എ പാക് കടലിടുക്ക്, ഓപ്ഷൻ ബി മലാക്ക കടലിടുക്ക്, ഓപ്ഷൻ സി ബെറിംഗ് കടലിടുക്ക്, ഓപ്ഷൻ ഡി മെഗലൻ കടലിടുക്ക്. ഉത്തരം ഓപ്ഷൻ എ പാക് കടലിടുക്കാണ് ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന കടലിടുക്ക്. അടുത്ത ചോദ്യം, ഹിമാലയ നദി അല്ലാത്തത് ഏത്? ഓപ്ഷൻ എ കൃഷ്ണ, ഓപ്ഷൻ ബി രവി, ഓപ്ഷൻ സി യമുന, ഓപ്ഷൻ ഡി അളകനന്ദ. ഉത്തരം ഓപ്ഷൻ എ കൃഷ്ണയാണ്. ഹിമാലയൻ നദിയല്ല കൃഷ്ണ. കൃഷ്ണ ഒരു ഉപദ്വീപീയ നദിയാണ്. അടുത്ത ചോദ്യം, ഉത്തരാഖണ്ഡ് ടിബറ്റ് പ്രദേശങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം? ഓപ്ഷൻ എ നാഥുല, ഓപ്ഷൻ ബി സോജില, ഓപ്ഷൻ സി ഷിപ്കില, ഓപ്ഷൻ ഡി ലിപു ലേക്ക്. ഉത്തരം ഓപ്ഷൻ ഡി ലിപു ലേക്കാണ് ഉത്തരാഖണ്ഡ് ടിബറ്റ് പ്രദേശങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം. അടുത്ത ചോദ്യം, പൂർവ്വതീര കനാലുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബ്രഹ്മണി മഹാനദി ഡെൽറ്റ നദി വ്യവസ്ഥ ഏത് ദേശീയ ജലപാതയിലാണ്? ഓപ്ഷൻ എ ദേശീയ ജലപാത 2, ഓപ്ഷൻ ബി ദേശീയ ജലപാത 3, ഓപ്ഷൻ സി ദേശീയ ജലപാത 4, ഓപ്ഷൻ ഡി ദേശീയ ജലപാത 5. ഉത്തരം ഓപ്ഷൻ ഡി ദേശീയ ജലപാത 5. അടുത്ത ചോദ്യം, വലുപ്പത്തിൽ ലോകരാജ്യങ്ങളിൽ ഇന്ത്യക്ക് എത്രാമത്തെ സ്ഥാനമാണ് ഉള്ളത്? ഓപ്ഷൻ എ 5-ാം സ്ഥാനം, ഓപ്ഷൻ ബി 6-ാം സ്ഥാനം, ഓപ്ഷൻ ഡി 7-ാം സ്ഥാനം, ഓപ്ഷൻ ഡി 8-ാം സ്ഥാനം. ഉത്തരം ഓപ്ഷൻ സി 7-ാം സ്ഥാനം. 7-ാം സ്ഥാനമാണ് ലോകരാജ്യങ്ങളിൽ ഇന്ത്യക്ക് വലുപ്പത്തിൽ. അടുത്ത ചോദ്യം, കർണാടകയും തമിഴ്നാടുമായി ചേരുന്ന വയനാടിൻ്റെ അതിർത്തിയിൽ 2 ഭാഗങ്ങളായി ചിതറിക്കിടക്കുന്ന വന്യജീവി സങ്കേതത്തിൻ്റെ പേര്? ഓപ്ഷൻ എ ആറളം വന്യജീവി സങ്കേതം, ഓപ്ഷൻ ബി ചിന്നാർ വന്യജീവി സങ്കേതം, ഓപ്ഷൻ സി മുത്തങ്ങ വന്യജീവി സങ്കേതം, ഓപ്ഷൻ ഡി പേപ്പാറ വന്യജീവി സങ്കേതം. ഉത്തരം ഓപ്ഷൻ സി മുത്തങ്ങ വന്യജീവി സങ്കേതമാണ് കർണാടകയും തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന വന്യജീവി സങ്കേതം. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം? ഓപ്ഷൻ എ ഉത്തരപർവ്വത മേഖല, ഓപ്ഷൻ ബി ഉപദ്വീപീയ പീഠഭൂമി, ഓപ്ഷൻ സി ഉത്തര മഹാസമതലം, ഓപ്ഷൻ ഡി തീരസമതലം. ഉത്തരം ഓപ്ഷൻ സി ഉത്തര മഹാസമതലം. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രദേശമാണ് ഉത്തര മഹാസമതലം. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഓപ്ഷൻ എ ടിബറ്റ് പീഠഭൂമി, ഓപ്ഷൻ ബി ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി, ഓപ്ഷൻ സി ഡക്കാൻ പീഠഭൂമി, ഓപ്ഷൻ ഡി മാൾവ പീഠഭൂമി. ഉത്തരം ഓപ്ഷൻ സി ഡക്കാൻ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് ഡക്കാൻ പീഠഭൂമി. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ തെക്കേ അറ്റമായി കണക്കാക്കുന്നത് താഴെ തന്നിട്ടുള്ളവയിൽ ഏതാണ്? ഓപ്ഷൻ എ സിയാച്ചിൻ, ഓപ്ഷൻ ബി ഇന്ദിരാ കോൾ, ഓപ്ഷൻ സി ഇന്ദിരാ പോയിന്റ്, ഓപ്ഷൻ ഡി റാൻ ഓഫ് കച്ച്. ഇന്ത്യയുടെ തെക്കേ അറ്റമായി കണക്കാക്കുന്നതാണ് ഇന്ദിരാ പോയിന്റ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ ചിറാപുഞ്ചി സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ്? ഓപ്ഷൻ എ കേരളം, ഓപ്ഷൻ ബി ആസാം, ഓപ്ഷൻ സി മേഘാലയ, ഓപ്ഷൻ ഡി ത്രിപുര. ഉത്തരം ഓപ്ഷൻ സി മേഘാലയ. മേഘാലയയിലാണ് ചിറാപുഞ്ചി സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ശൈത്യകാലത്ത് മഴ ലഭിക്കുന്നതിന് കാരണമായ പ്രതിഭാസം? ഓപ്ഷൻ എ എൽനിനോ, ഓപ്ഷൻ ബി പശ്ചിമ അസ്വസ്ഥത, ഓപ്ഷൻ സി കാൽ ബൈശാഖി, ഓപ്ഷൻ ഡി ഇവയേതുമല്ല. ഉത്തരം ഓപ്ഷൻ ബി പശ്ചിമ അസ്വസ്ഥത. ശൈത്യകാലത്ത് മഴ ലഭിക്കുന്നതിന് കാരണമായ പ്രതിഭാസമാണ് പശ്ചിമ അസ്വസ്ഥത. അടുത്ത ചോദ്യം,
കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയ ജലപാത ഏതെന്ന് തിരിച്ചറിയുക. ഓപ്ഷൻ എ ദേശീയ ജലപാത 1, ദേശീയ ജലപാത 2, ഓപ്ഷൻ സി ദേശീയ ജലപാത 3, ഓപ്ഷൻ ഡി ഇവ ഏതുമല്ല. ഉത്തരം ദേശീയ ജലപാത 3, കൊല്ലം മുതൽ കോട്ടപ്പുറ വരെയുള്ള ദേശീയ ജലപാത 3, അതായത് ഓപ്ഷൻ സി ആണ് ഉത്തരം. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ പെട്രോളിയം ഉൽപ്പാദനത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ ഏറ്റവും വലിയ എണ്ണപ്പാടം ജാരിയ ആണ്. ഓപ്ഷൻ ബി ഏറ്റവും വലിയ എണ്ണപ്പാടം സുന്ദർഗഡ് ആണ്. ഓപ്ഷൻ സി ഏറ്റവും വലിയ എണ്ണപ്പാടം മുംബൈ ഹൈ ആണ്. ഓപ്ഷൻ ഡി ബിയും സിയും ശരിയാണ്. ഉത്തരം ഓപ്ഷൻ സി ആണ്. ഏറ്റവും വലിയ എണ്ണപ്പാടം മുംബൈ ഹൈ ആണ്. അടുത്ത ചോദ്യം, ഏത് രാജ്യത്തിൻ്റെ സാങ്കേതിക സഹായത്തോടെയാണ് 1964 ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് എന്ന ഉരുക്ക് ശാല ആരംഭിച്ചത്? ഓപ്ഷൻ എ ജർമ്മനി, ഓപ്ഷൻ ബി ബ്രിട്ടൻ, ഓപ്ഷൻ സി റഷ്യ, ഓപ്ഷൻ ഡി ഫ്രാൻസ്. ഉത്തരം ഓപ്ഷൻ സി റഷ്യ. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളാണ് ഉപദ്വീപീയ നദികൾ. താഴെ നൽകിയിരിക്കുന്നവയിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ ഏതെല്ലാം? 1 കാവേരി കൃഷ്ണ, 2 നർമ്മദ താപ്തി, 3 ഗോദാവരി മഹാനദി, 4 മഹാനദി കൃഷ്ണ. ഉത്തരം ബി 2 മാത്രം. അതായത് നർമ്മദ താപ്തി എന്നീ ഉപദ്വീപീയ നദികളാണ് പടിഞ്ഞാറോട്ടൊഴുകുന്നത്. ബാക്കി കാവേരി കൃഷ്ണ ഗോദാവരി മഹാനദി എന്നിവ കിഴക്കോട്ടാണ് ഒഴുകുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം. ഓപ്ഷൻ എ 68 ഡിഗ്രി 7 മിനിറ്റ് കിഴക്ക് മുതൽ 97 ഡിഗ്രി 25 മിനിറ്റ് കിഴക്ക്. ഓപ്ഷൻ ബി 68 ഡിഗ്രി 7 മിനിറ്റ് വടക്ക് മുതൽ 97 ഡിഗ്രി 25 മിനിറ്റ് വടക്ക്. ഓപ്ഷൻ സി 8 ഡിഗ്രി 4 മിനിറ്റ് വടക്ക് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് വടക്ക്. ഓപ്ഷൻ ഡി 8 ഡിഗ്രി 4 മിനിറ്റ് കിഴക്ക് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് കിഴക്ക്. ഉത്തരം ഓപ്ഷൻ സി 8 ഡിഗ്രി 4 മിനിറ്റ് വടക്ക് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് വടക്ക് വരെയാണ് ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം. അടുത്ത ചോദ്യം, ഉത്തരപർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഉത്തരാഖണ്ഡ്, ടിബറ്റ് എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന ചുരം? ഓപ്ഷൻ എ ലിപ്പു ലേക്ക്, ഓപ്ഷൻ ബി നാഥുല, ഓപ്ഷൻ സി ഷിപ്കില, ഓപ്ഷൻ ഡി സോജില. ഉത്തരം ഓപ്ഷൻ എ ലിപ്പു ലേക്ക്. ലിപ്പു ലേക്ക് ചുരമാണ് ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്ന ചുരം. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ഹിമാലയൻ നദിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? പ്രസ്താവന 1 അതിവിസ്തൃതമായ വൃഷ്ടിപ്രദേശം, 2 കഠിനശിലകളായതിനാൽ ആഴം കൂടിയ താഴ്വരകൾ സൃഷ്ടിക്കപ്പെടുന്നില്ല, 3 സമതലങ്ങളിൽ ഉൾനാടൻ ജലഗതാഗതത്തിന് സാധ്യത, 4 താരതമ്യേന വിസ്തൃതി കുറഞ്ഞ വൃഷ്ടിപ്രദേശം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1, 3 എന്നിവ ശരി. അതിവിസ്തൃതമായ വൃഷ്ടിപ്രദേശം, സമതലങ്ങളിൽ ഉൾനാടൻ ജലഗതാഗതത്തിന് സാധ്യത എന്നീ പ്രസ്താവനകൾ ഹിമാലയൻ നദികളുമായി ബന്ധപ്പെട്ട് ശരിയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ഓപ്ഷൻ എ ജാദുഗുഡ, ഓപ്ഷൻ ബി ഛോട്ടാ നാഗ്പൂർ, ഓപ്ഷൻ സി മാണ്ഡി, ഓപ്ഷൻ ഡി ധൻബാദ്. ഉത്തരം ഓപ്ഷൻ ബി ഛോട്ടാ നാഗ്പൂർ ആണ് ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന പ്രദേശം. അടുത്ത ചോദ്യം, ഹിമാലയൻ പർവ്വതനിരയെ സംബന്ധിച്ച് പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. പ്രസ്താവന 1 ഹിമാലയൻ പർവ്വതനിരയിൽ ഏറ്റവും ഉയരം കൂടിയ നിര ഹിമാദ്രി. പ്രസ്താവന 2 ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നു. പ്രസ്താവന 3 സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികൾ ഹിമാലയൻ നദികൾ എന്നറിയപ്പെടുന്നു. ഉത്തരം ഓപ്ഷൻ സി 1ഉം 3ഉം. ഹിമാലയൻ പർവ്വതനിരയിൽ ഏറ്റവും ഉയരം കൂടിയ നിരയാണ് ഹിമാദ്രി. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികൾ ഹിമാലയൻ നദികൾ എന്നറിയപ്പെടുന്നു. ഈ 2 പ്രസ്താവനകളും ശരിയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തുക. പ്രസ്താവന 1 7 രാജ്യങ്ങൾ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്നു. പ്രസ്താവന 2 ബംഗ്ലാദേശുമായി ഇന്ത്യ ഏറ്റവും കൂടുതൽ ദൂരം അതിർത്തി പങ്കിടുന്നു. പ്രസ്താവന 3 അഫ്ഗാനിസ്ഥാനുമായി ഇന്ത്യ ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കിടുന്നു. ഉത്തരം
ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. മുകളിൽ കൊടുത്തിരിക്കുന്ന 3 പ്രസ്താവനകളും ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായതാണ്. ആദ്യം ഇന്ത്യയുടെ തീരപ്രദേശം സംബന്ധിച്ച് പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. ഒന്നാമത്തെ പ്രസ്താവന, പടിഞ്ഞാറൻ തീരസമതലം അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനുമിടയിൽ. 2, പടിഞ്ഞാറൻ തീരസമതലത്തിൽ ഉൾപ്പെട്ടതാണ് കോറമണ്ടൽ തീരസമതലം. പ്രസ്താവന 3, സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെ നീണ്ടു കിടക്കുന്നതാണ് കിഴക്കൻ തീരസമതലം. ഉത്തരം ബി 2 മാത്രം. ഇന്ത്യയുടെ തീരപ്രദേശം സംബന്ധിച്ച പ്രസ്താവനകൾ തെറ്റായത് രണ്ടാമത്തെ പ്രസ്താവനയാണ്. പടിഞ്ഞാറൻ തീരസമതലത്തിൽ ഉൾപ്പെട്ടതാണ് കോറമണ്ഡലം തീരസമതലം. കോറമണ്ഡലം തീരസമതലം കിഴക്കൻ തീരസമതലവുമായി ബന്ധപ്പെട്ടാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ നദീതീര പട്ടണങ്ങൾ സംബന്ധിച്ച് പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക. പ്രസ്താവന 1, അയോധ്യ നഗരം സരയൂ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു. പ്രസ്താവന 2, അഹമ്മദാബാദ്, ഗാന്ധിനഗർ എന്നീ പട്ടണങ്ങൾ സബർമതി തീരത്താണ്. പ്രസ്താവന 3, കൊൽക്കത്ത, ഹൗറ നഗരങ്ങൾ ഹൂഗ്ലി നദീതീരത്താണ്. ഉത്തരം ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. മുകളിൽ കൊടുത്തിരിക്കുന്ന 3 പ്രസ്താവനകളും നദീതീര പട്ടണങ്ങളെക്കുറിച്ചുള്ള 3 പ്രസ്താവനകളും ശരിയാണ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യൻ തീരസമുദ്രങ്ങളെക്കുറിച്ചുള്ള തെറ്റായ സൂചന കണ്ടെത്തുക. 1, പശ്ചിമ തീരത്തെ അപേക്ഷിച്ച് കിഴക്കൻ തീരസമതലം വീതി കുറവാണ്. 2, കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടൽ പതിക്കുന്ന നദികൾ പൂർവ്വതീരങ്ങളിൽ വിശാലമായ ഡെൽറ്റകൾ സൃഷ്ടിക്കുന്നു. 3, താഴ്ന്നുപോയ സമതലങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് പശ്ചിമ തീര സമതലങ്ങൾ. ഉത്തരം ഓപ്ഷൻ എ 1. പശ്ചിമ തീരത്തെ അപേക്ഷിച്ച് കിഴക്കൻ തീരസമതലം വീതി കുറവാണ് എന്ന പ്രസ്താവന തെറ്റാണ്. കിഴക്കൻ തീരസമതലത്തിന് പശ്ചിമ തീരത്തെ അപേക്ഷിച്ച് വീതി കൂടുതലാണ്. ഇന്ത്യയിലെ ഒരു പ്രധാന ഭൗമ താപോർജ ഉൽപ്പാദന കേന്ദ്രമാണ് 1, പുക താഴ്വര, 2, മണികരൺ, 3, ദിഗ്ബോയ്, 4, അങ്കലേശ്വർ. ഉത്തരം ഓപ്ഷൻ ബി 1, 2. പുക താഴ്വര, മണികരൺ എന്നിവ ഇന്ത്യയിലെ പ്രധാന ഭൗമ താപോർജ ഉൽപ്പാദന കേന്ദ്രങ്ങളാണ്. അടുത്ത ചോദ്യം, ഒഡീഷയിലെ കോരാപുട്ട് ജില്ലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ടെൽ നദി ഏത് നദിയുടെ പോഷക നദിയാണ്? ഓപ്ഷൻ എ മഹാനദി, ഓപ്ഷൻ ബി ലൂണി, ഓപ്ഷൻ സി ഗോദാവരി, ഓപ്ഷൻ ഡി കാവേരി. ഉത്തരം ഓപ്ഷൻ എ മഹാനദി. മഹാനദിയുടെ പോഷക നദിയാണ് ടെൽ. അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ റാബി വിളയായി മാത്രം കൃഷി ചെയ്യുന്നത് ഏത്? ഓപ്ഷൻ എ ചോളം, കടല, ഓപ്ഷൻ ബി ഗോതമ്പ്, ജോവർ, ഓപ്ഷൻ സി നെല്ല്, പരുത്തി, ഓപ്ഷൻ ഡി ബാർലി, പയറുവർഗം. ഉത്തരം ഓപ്ഷൻ ഡി ബാർലി, പയറുവർഗം. ബാർലിയും പയറുവർഗ്ഗമാണ് റാബി വിളയായി കൃഷി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ മൺസൂൺ മഴ ആദ്യം ലഭിക്കുന്ന പ്രദേശം ഏത്? ഓപ്ഷൻ എ ഹിമാലയം, ഓപ്ഷൻ ബി പശ്ചിമഘട്ടം, ഓപ്ഷൻ സി മേഘാലയ പീഠഭൂമി, ഓപ്ഷൻ ഡി പൂർവ്വഘട്ടം. ഉത്തരം ഓപ്ഷൻ ബി പശ്ചിമഘട്ടം. പശ്ചിമഘട്ടത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായി മൺസൂൺ മഴ ലഭിക്കുന്ന പ്രദേശം. അടുത്ത ചോദ്യം, തിപ്പായ്മുഖ് ഡാം ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കത്തിന് കാരണമായത്? ഓപ്ഷൻ എ ഇന്ത്യ ബംഗ്ലാദേശ്, ഓപ്ഷൻ ബി ഇന്ത്യ നേപ്പാൾ, ഓപ്ഷൻ സി ഇന്ത്യ ചൈന, ഓപ്ഷൻ ഡി ഇന്ത്യ ഭൂട്ടാൻ. ഉത്തരം ഓപ്ഷൻ എ ഇന്ത്യ ബംഗ്ലാദേശ്. ഇന്ത്യ ബംഗ്ലാദേശ് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കത്തിന് കാരണമായി നിൽക്കുന്ന ഡാമാണ് തീപ്പായ്മുഖ്. ഇന്ത്യൻ ജോഗ്രഫി ഭാഗത്തെ കഴിഞ്ഞ വർഷം ചോദിച്ച കുറച്ച് ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കിയത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും സൂക്കോ PSCയുടെ നന്ദി, നമസ്കാരം.